കർത്താവിൻ്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാവർക്കും വന്ദനം. വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപാകെ വരുവാൻ ദൈവം കൃപ തന്നു. ഇത് G2R പ്ലാറ്റ്ഫോമാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഇപ്പോൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹം എന്നുള്ള വിഷയമുണ്ടല്ലോ. ദൈവകൽപ്പനയുടെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ ജനങ്ങൾ മരുഭൂമിയിലായിരുന്നപ്പോൾ കൊടുത്ത പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലും ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിലും കാണുന്ന ന്യായപ്രമാണം, അതിനെ കർത്താവായ യേശു ക്രിസ്തു രത്ന ചുരുക്കമായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ പുതിയ കൽപ്പന തരുന്നു. പഴയത് മുഴുവൻ ഇസ്രായേൽ എന്ന പൗരോഹിത്യവർഗത്തിനും ഈ പുതിയ കൽപ്പന പുതിയ നിയമത്തിലെ രാജകീയ പൗരോഹിത്യ വർഗത്തിനും. നാം കേരളത്തിലുടനീളയും പല സ്ഥലങ്ങളിൽ കൂടെയും രാജ്യങ്ങളിൽ കൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ പല ഭാഗങ്ങളിൽ മാതൃകാ കൃഷിത്തോട്ടം, മാതൃകാ സ്ഥാപനം എന്നൊക്കെ കാണാറുണ്ടല്ലോ. ദൈവവചനത്തിൽ നാം പഠിക്കുമ്പോൾ ഓരോ വിശ്വാസിയും സ്നേഹത്തിൽ മാതൃകയാകണം. സ്തോത്രം. ബുദ്ധിയിലും ജ്ഞാനത്തിലും കഴിവിലും ഒന്നുമല്ല നമ്മൾ മാതൃകയാകേണ്ടത്. അതൊക്കെ അതിൻ്റെ ബാക്കി പത്രങ്ങൾ മാത്രമാകുന്നു. പൗലോസ് തിമോഥെയോസിന് പറയുകയാണ്, അന്ന് തിമോഥെയോസ് എഫെസോസ് പട്ടണത്തിലെ വലിയ സഭയുടെ ബിഷപ്പാണ്, അധ്യക്ഷനാണ്. തിമോഥെയോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നീയെ സ്നേഹത്തിൽ മാതൃകയാകണമെന്ന്. സ്നേഹത്തിനും സൽപ്രവൃത്തിക്കും ഉത്സാഹം വർദ്ധിപ്പിക്കണം എന്ന് എബ്രായ വിശ്വാസികൾക്ക് പൗലോസ് പറയുന്നു. പരദേശികളെന്നാണ് എബ്രായൻ എന്ന പദത്തിൻ്റെ അർത്ഥം. വിശുദ്ധ വേദപുസ്തകത്തിൽ 8 ഇടങ്ങളിൽ എബ്രായൻ അഥവാ പരദേശി എന്ന് പറയുന്നുണ്ട്. നാമും പരദേശികളാണ് കേട്ടോ. സ്വർഗീയ പൗരന്മാരായി ഭൂമിയിൽ പാർക്കുന്ന പരദേശികളാണ് നമ്മൾ. ഇത് നമ്മുടെ സ്വന്തം ദേശമല്ല. ഇവിടെ എത്ര ശക്തിയോടുകൂടെ വാണാലും ശരി, ജീവിച്ചാലും ശരി, ഈ മാതൃരാജ്യം ഒരു ദിവസം 6 അടി മണ്ണിലേക്ക് നമ്മളെ വിഴുങ്ങിക്കളയും. അപ്പോഴാണ് പിതാവായ ദൈവത്തിൻ്റെ പിതൃരാജ്യത്തിൽ പൂർണ്ണമായ അവകാശവും അംശവും ലഭിക്കുന്ന പ്രത്യാശയോടുകൂടെ പരദീസാ വിശ്രമം ചെയ്യുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ന്റെ വാക്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. സഹോദര സ്നേഹം തുടർന്നേ പോകണം, ഇടയ്ക്ക് നിർത്തരുത്. ഇണങ്ങിയാലും പിണങ്ങിയാലും, ഇഷ്ടമുള്ളത് ചെയ്താലും ചെയ്തില്ലേലും, അനുകൂലമായി സംസാരിച്ചാലും സംസാരിച്ചില്ലെങ്കിലും സഹോദര സ്നേഹം തുടർന്നു പോകണം. പൗലോസ് എബ്രായർക്ക് എഴുതിയ 13-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്. അടുത്ത് പറയുന്നു, എല്ലാവരെയും ബഹുമാനിക്കണം, സഹോദരവർഗത്തെ സ്നേഹിക്കണം, ലോകത്തിലുള്ള സകല ജനത്തെയും ബഹുമാനിക്കണം, മൂർഖന്മാരായാലും സൗമ്യന്മാരായാലും. എന്നാൽ സഹോദരവർഗത്തെ, ദൈവസഭയിൽ അംഗങ്ങളായിരിക്കുന്നവരെ, നിങ്ങളുടെ ലോക്കൽ ചർച്ചിൽ മാത്രമല്ല സഹവിശ്വാസികളായി സമ ഉപദേശത്തിൽ ലോകത്തിൻ്റെ ഏതു ഭാഗത്തും വസിക്കുന്ന സകല വിശുദ്ധന്മാരെയും സ്നേഹിക്കണം എന്ന് വിശുദ്ധ പത്രോസ് എഴുതുകയാണ്. നമ്മൾ 13-ന്റെ 1 വരെ വായിച്ച വാക്യങ്ങൾ, ഉപദേശങ്ങൾ വിശുദ്ധ പൗലോസ് ദൈവസഭയ്ക്ക് കൊടുത്തതാകുന്നുവെങ്കിൽ പത്രോസിലേക്കും വരാം. 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം. ഇവയേക്കാൾ ഉപരിയുള്ള ഉപദേശമത്രേ യോഹന്നാൻ സ്നേഹത്തെ സംബന്ധിച്ച് കൊടുത്തിരിക്കുന്നത്. ഈ യോഹന്നാൻ്റെ ലേഖനം വായിച്ചു നോക്കുമ്പോൾ സ്നേഹത്തിൻ്റെ ഇത്രമാത്രം ആഴമായ ഉപദേശം കർത്താവിൽ നിന്ന് പ്രാപിച്ച വേറെ ഒരു ലേഖനവുമില്ലല്ലോ എന്ന് തോന്നിപ്പോകും. അത് പ്രായോഗിക ഉപദേശമാണ് കൊടുത്തിരിക്കുന്നത്. പൗലോസ് സാർവത്രികമായ ദൈവസഭകൾക്ക് താൻ കർത്താവിൽ നിന്ന് പ്രാപിച്ച ഉപദേശം കൊടുക്കുമ്പോൾ കൊരിന്ത്യർ 1-ാം ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 23 ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണ്. ഇവിടെ യോഹന്നാൻ കർത്താവിൻ്റെ നെഞ്ചോട് ചാരി ഏറ്റവും കൂടുതൽ ക്ലോസസ്റ്റായിട്ട് കർത്താവ് എവിടെയെങ്കിലും അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാൻ പ്രത്യേക ടീമോടുകൂടെ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ പത്രോസും യാക്കോബും യോഹന്നാനും. യാക്കോബ് ലേഖനമൊന്നും എഴുതിയില്ല. എഴുതുന്നതിന് മുൻപ് ഹെരോദാവ് യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. അപ്പസ്തലപ്രവൃത്തി 12-ാം അധ്യായം 1-ാമത്തെ വാക്യം. പത്രോസ് നമുക്ക് ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൽ നിന്നൊരു വാക്യമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. ഇവിടെ ഏറ്റവും കൂടുതൽ കർത്താവുമായി അടുത്തു പരിചയമുള്ളവനും തൻ്റെ ചാർച്ചക്കാരനുമായ യോഹന്നാൻ ഈ ഉപദേശത്തെക്കുറിച്ച്, സ്നേഹം എന്ന ഉപദേശത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. അത് അല്പം ഒന്ന് ചിന്തിക്കാം. ആഴമായ ഉപദേശങ്ങൾ സ്നേഹത്തെ സംബന്ധിച്ച്. ആരെങ്കിലും ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നു എങ്കിൽ അവരിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു, നാം അവനിൽ ഇരിക്കുന്നു എന്ന് ഇതിനാൽ അറിയാം. ഏതിനാൽ അറിയാം? ദൈവത്തെയും കൂട്ടു സഹോദരന്മാരെയും സ്നേഹിക്കുന്നതിൽ കൂടി.
യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാമത്തെ 5-ാമത്തെ വാക്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-5 കൂടി ഇതിനോട് ചേർത്തുനിന്ന് പഠിക്കണം. 2-5. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ, വിവാഹത്തിന് വന്നിരിക്കുന്ന ദാസൻ ശുശ്രൂഷന്മാരോട് മറിയ പറഞ്ഞതാണ്, അത് ചെയ്വിൻ. അത് കേട്ടുകൊണ്ട് അവിടെ നിന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തലനായിരിക്കുന്ന യോഹന്നാൻ പറയുകയാണ്, ആരെങ്കിലും അവൻ കൽപ്പിച്ച ദൈവവചനം പ്രമാണിക്കുന്നു എങ്കിൽ, പ്രമാണിച്ചു എന്നില്ലെന്നല്ല, ഇറ്റ്സ് എ കണ്ടിന്യൂസ് ടെൻസ്, തുടർമാനമായ കാലത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, അത് തുടർന്ന് ചെയ്യണം. രണ്ടാമത് യോഹന്നാൻ്റെ ഉപദേശം, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത് എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കാൾ കൂടുതൽ സ്നേഹിക്കരുതെന്നായി പറഞ്ഞത്. അല്ലാതെ ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുതെന്ന് പറഞ്ഞ് ഒരു പ്രത്യേക ജനവിഭാഗമായി ദൈവം തൻ്റെ സഭയെ മാറ്റുന്നില്ല. ഒരുത്തൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം. മൂന്നാമത് താൻ പഠിപ്പിക്കുകയാണ്, നാം ആദ്യം മുതൽ കേട്ട ദൂത്, കേട്ട വചനം നാം അന്യോന്യം സ്നേഹിക്കണം എന്നാകുന്നുവല്ലോ. യോഹന്നാൻ സുവിശേഷം 13:2-34. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 11-ാമത്തെ വാക്യം. നാലാമത്, നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാലത്രേ അറിയുന്നത്. സ്നേഹമില്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും മരണത്തിൽ വസിക്കുന്നു എന്നർത്ഥം, ജീവനിൽ കടന്നിട്ടില്ല എന്നർത്ഥം. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. എന്തിനാണ് ഇത്രമാത്രം സവിസ്തരം ഈ വിഷയം ഇവിടെ വിവരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു ചോദിച്ചാൽ, ശ്രോതാക്കളായ ദൈവമക്കൾ വേദപഠനത്തിന് താല്പര്യമുണ്ടെങ്കിൽ ദൈവവചനത്തിൽ കാണുന്ന സ്നേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഗ്രഹിക്കേണ്ടതിന് വേണ്ടിയാണ്, അല്ലാതെ ഞങ്ങളുടെ ജ്ഞാനത്തെ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയല്ല. അഞ്ചാമത്, സഹോദരന്മാരെ സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. കൂട്ടു സഹോദരന്മാരെ നിങ്ങൾ സ്നേഹിക്കണം. അമ്മ പറ്റ സഹോദരന്മാരായി ലോകത്തിൽ പാർക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കണം, ഇല്ലെങ്കിൽ മരണത്തിൽ വസിക്കുന്നു. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. ആറാമത് യോഹന്നാൻ തുടരുകയാണ്, സഹോദരനെ സ്നേഹിക്കാത്തവൻ കൊലപാതകനാകുന്നുവെന്ന്. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഈ വിഷയങ്ങളാലത്രേ സ്നേഹത്തെ സംബന്ധിച്ച് ഇത്രമാത്രം ആഴമായും സ്പർശിക്കത്തക്കതുമായ ഉപദേശം വേറെ ആരും പറഞ്ഞിട്ടില്ല എന്ന് പറയുവാനുള്ള കാരണം, വിശുദ്ധ പൗലോസ് സ്നേഹത്തിൻ്റെ ഉപദേശങ്ങളെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആന്തരികമായ പ്രായോഗിക വശത്തെക്കുറിച്ച് ഇത്രമാത്രം എന്തോ അത്ഭുതങ്ങളാണ് ഈ ദൈവവചനത്തിൽ കൂടെ വിശുദ്ധ യോഹന്നാൻ വെളിപ്പെടുത്തിയത്. ഏഴാമത്, അവനിൽ നിത്യജീവൻ ഇല്ല. ആരിൽ? സ്നേഹിക്കാത്തവനിൽ നിത്യജീവൻ ഇല്ല. യോഹന്നാന്റെ 1-ാം ലേഖനം 3:15. വിശുദ്ധന്മാരായ നിങ്ങൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം കൂടെ അതിനോട് ചേർന്ന് പഠിക്കുന്നതും വായിക്കുന്നതും നന്നാണ്. അവൻ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവ് ലോകത്തെ സ്നേഹിച്ചു. ആ ദൈവത്തിൽ നിത്യജീവനും നിത്യസ്നേഹനും ഉണ്ടെങ്കിൽ അവനിൽ വിശ്വസിക്കുന്നവർക്കും നിത്യസ്നേഹം ഉണ്ടാകണം. ആ നിത്യസ്നേഹത്താൽ നിറയപ്പെടാത്തവർക്ക് നിത്യജീവൻ ഇല്ലെന്ന് തറപ്പിച്ചും ഉറപ്പിച്ചും യോഹന്നാൻ തൻ്റെ 1-ാമത്തെ ലേഖനം 3:15 സാർവത്രിക സഭയോട് വിളിച്ചു പറയുകയാണ്. ദൈവസ്നേഹം എന്താകുന്നു എന്ന് നാം അറിഞ്ഞത് ദൈവോത്തരം നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു തന്നു എന്ന് അറിഞ്ഞതിൽ കൂടെ അത്രേ. അപ്പോൾ നമ്മൾ ഈ വിഷയം അറിയുന്നതിന് മുൻപ് നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം എന്താകുന്നു എന്ന് അറിഞ്ഞിരുന്നില്ല എന്നാണ് സാരം. വായിച്ചു നോക്കൂ വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 3:16. ഇവിടെയാണ് 3-ാം അധ്യായം 16-ാമത്തെ വാക്യം മനഃപൂർവ്വമായി പറഞ്ഞിട്ടുണ്ടല്ലോ. വിശുദ്ധ വേദപുസ്തകത്തിലെ 1000-ാമത്തെ അധ്യായമാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം. ഒരിക്കൽ കൂടെ പറയാം, പരിശുദ്ധ ദൈവവചനത്തിലെ 1000-ാമത്തെ അധ്യായമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായം. അതിൻ്റെ നടുക്കലത്തെ വാക്യമാണ് 16-ാമത്തെ വാക്യം. ആ വാക്യത്തിൻ്റെ വാക്കുകൾ എണ്ണി നോക്കിയാൽ അതിൻ്റെ നടുവിലത്തെ വാക്കാണ് നിത്യജീവൻ, നിത്യസ്നേഹം ആദിയായവ. എത്രയോ ശ്രേഷ്ഠതയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. 10-ാമത് യോഹന്നാൻ പറയുന്ന കാര്യം, ആരായാലും എവിടെയായാലും സഹോദരന് മുട്ടുള്ള അവസ്ഥ അറിഞ്ഞ ശേഷം അവനോട് മനസ്സലിവ് കാണിക്കാത്തവൻ ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെ അറിയും
അവനിൽ ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെ വസിക്കും? മനസ്സലിവുണ്ടാകണമെങ്കിൽ മനസ്സു വേണം. മനസ്സില്ലാത്തവൻ അലിവുണ്ടാകുകയില്ല. നമ്മുടെ മനസ്സ് പലപ്പോഴും കല്ലുപോലെയായിരുന്നു. എന്നാൽ ദൈവം അതിനെ മാറ്റി, അതിനെ മെഴുകുപോലെയാക്കി. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 3:17. 11-ാമത്തെ ഉപദേശം യോഹന്നാൻ പറയുകയാണ്, നാം കേവലം വാക്കിനാലും നാവിനാലും അല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കണം. 3-ാമത്തെയും 18-ാമത്തെ വാക്യമാണ്. സഹോദരൻ നഗ്നനായിരുന്നാൽ അവനെ ഉടുപ്പിക്കണം. വിശന്നു വന്നാൽ അവൻ ആഹാരം കൊടുക്കണം. തണലില്ലാതെ വന്നാൽ അവന് തണൽ കൊടുക്കണം. സ്നേഹിക്കുന്നുവെന്ന് 1000 തവണ എഴുതി നെറ്റിപ്പട്ടം പോലെ നടന്നാൽ പോരാ. ആ സ്നേഹം പ്രദർശിപ്പിക്കുന്നത് പ്രവൃത്തിയിൽ കൂടെയാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമത്രേ. 12-ാമത്, ദൈവപുത്രൻ നമുക്ക് തന്ന കൽപ്പന പോലെ നമ്മൾ അന്യോന്യം സ്നേഹിക്കണം. കൂട്ടരുത്, കുറയ്ക്കരുത്. ശ്രദ്ധിച്ച് ദൈവവചനം പഠിക്കൂ. വാക്യം കാര്യകാരണ സഹിതം മാത്രമാണ് ഇവിടെ വിവരിക്കുന്നത്. 1-ാമത്തെ ലേഖനം യോഹന്നാൻ്റെ 3:23 യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 13 വാക്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. 13-ാമത്, പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു, കോപം പിശാചിൽ നിന്ന് വരുന്നു. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 4:7. സ്നേഹത്തെക്കുറിച്ച് ഇത്രമാത്രം ആഴമായ കാര്യങ്ങൾ എഴുതിയ വേറൊരു ലേഖനമില്ലെന്ന് വീണ്ടും പറയുന്നതിൽ ഞാൻ ധൈര്യപ്പെടുന്നു. 14-ാമത്, സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. സ്നേഹിക്കുന്നവർ എല്ലാം, ജാതിമത വർഗവർണ്ണ വ്യത്യാസം ഇല്ലാതെ, ലിംഗഭേദ വ്യത്യാസം ഇല്ലാതെ, ലോകത്തിലെ ഏത് ജാതിയോ രാജ്യമോ ആയാലും ദൈവത്തിൽ നിന്ന് ജനിച്ചവർ എല്ലാം സ്നേഹിക്കും. സ്നേഹിക്കാത്തവൻ, 15-ാമത്തെ കാര്യം, ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം ആകുന്നു. ദൈവം എന്ന പദത്തിൻ്റെ വിശുദ്ധ വചനാടിസ്ഥാനത്തിലുള്ള നിർവചനം സ്നേഹം എന്നുള്ളതാണ്. അവനിൽ കോപം ഉണ്ട്, ക്രോധവുമുണ്ട്. എന്നാൽ സ്നേഹത്തിന് വിപരീതമായ ഒരു പദം ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. അത് ദൈവത്തിൽ ഇല്ലാത്തതുകൊണ്ടും ദൈവവചനത്തിൽ എഴുതിയിട്ടില്ലാത്തതുകൊണ്ടും അത്രേ. 16-ാമത്, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, ദൈവം നമ്മെ സ്നേഹിച്ചതത്രേ. ഒരു വൺ വേ ആക്ടിവിറ്റി ഒന്നുമല്ല. നമ്മൾ ദൈവത്തെ സ്നേഹിച്ചിട്ടല്ല ദൈവം നമ്മളെ സ്നേഹിച്ചത്. നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ദൈവം നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ്. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. 17-ാമത്, നമ്മുടെ പാപങ്ങൾ നിമിത്തം നമുക്ക് വേണ്ടി പ്രായശ്ചിത്തം ആകുവാൻ, പ്രൊപ്പീഷിയേഷൻ ആകുവാൻ സ്വന്തം പുത്രനെ നമുക്കായി അയച്ചതത്രേ സാക്ഷാൽ സ്നേഹം. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ വീണ്ടും തുടരുകയാണ്. ദൈവം 18-ാമത്തെ കാര്യം, നമ്മളെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അതുപോലെ തന്നെ അതേ ഊഷ്മാവിൽ, അതേ അളവിൽ, അതേ രീതിയിൽ അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. 4-ാം അധ്യായം 11-ാമത്തെ വാക്യം. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളിൽ വസിക്കുന്നു. നാം അന്യോന്യം വെറുക്കുന്നു എങ്കിൽ, ഏതെല്ലാം രീതിയിൽ ഏത് സഭയുടെ അംഗമായിരുന്നാലും, അവർ അപ്പസ്തലന്മാരോ പ്രവാചകന്മാരോ സുവിശേഷകന്മാരോ ഇടയന്മാരോ ഉപദേഷ്ടാവോ സഭാ സംഘടനയുടെ നേതാവായിരുന്നാലും ശരി, പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ സെക്രട്ടറിയോ ട്രഷററോ കമ്മിറ്റി മെമ്പറോ കൗൺസിൽ മെമ്പറോ ആയാലും ശരി, അന്യോന്യം സ്നേഹിക്കുന്നില്ല എങ്കിൽ ദൈവം അവരിലും അവരുടെ കൗൺസിലിലും വസിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നതല്ല. വിശുദ്ധ യോഹന്നാൻ തൻ്റെ 1-ാമത്തെ ലേഖനം 4-ാമത്തെയും 12-ാമത്തെ വാക്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഈ ഉപദേശത്തിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നുമില്ല. പ്രശ്നങ്ങൾ കാണാം, പ്രതികൂലങ്ങൾ കാണാം, അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം. കൗൺസിലിൽ അടിയും പിടിയുമാണ് നടക്കുന്നതെങ്കിൽ, പ്രതികാരേച്ഛയോടുകൂടെ പാനൽ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എങ്കിൽ, ഒരാളിനെ താഴ്ത്തേണ്ടതിന് വേറൊരാളിനെ പക്ഷം പിടിക്കുന്നുവെങ്കിൽ, ഒരാളിനെ തകർക്കേണ്ടതിന് വേണ്ടി അടിപിടിക്കാരെ കാര്യം ഏൽപ്പിക്കുന്നുവെങ്കിൽ, കൊട്ടേഷൻ സംഘത്തിന് കാശ് സ്വോത്ര വഴിപാടിന് കിട്ടിയ കാശ് കൊട്ടേഷൻ സംഘത്തിന് കൊടുക്കുന്നുവെങ്കിൽ, അവനെ തോൽപ്പിക്കേണ്ടതിന് വേണ്ടി കള്ളം പറയുന്ന വക്കീലന്മാരെ പിടിച്ചുകൊണ്ട് കോടതിയിൽ അഭയം പ്രാപിക്കുന്നുവെങ്കിൽ, ലജ്ജയില്ലേ സഹോദരന്മാരെ സ്നേഹമുണ്ടെന്ന് പറയുന്നത് കൊണ്ട്? കൺവെൻഷൻ നടത്തുന്നതിൻ്റെ അടുത്ത ദിവസം കോടതിയിലാണ് കാണുന്നതെങ്കിൽ, ഒരേ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് 2 വ്യക്തികൾ കോടതികളിൽ പ്രതിക്കൂട്ടിലും വാദിക്കൂട്ടിലും സാക്ഷിക്കൂട്ടിലും നിൽക്കുന്നുവെങ്കിൽ, ഇതിൻ്റെ അർത്ഥം എന്താണ്? അന്യനെ സ്നേഹിക്കുന്നുവെന്നാണോ? ദൈവം നമ്മളിൽ വസിക്കുന്നുവെന്നാണോ?
ഒന്ന് ചിന്തിച്ചു നോക്കണം. ദൈവവചനം പഠിച്ചാൽ ആ ദൈവവചനം നിങ്ങളെ സ്വതന്ത്രരാക്കും. 19 ദൈവസ്നേഹം നമ്മളിൽ തികഞ്ഞിരിക്കുന്നു. എങ്ങനെ? നമ്മൾ അന്യോന്യം സ്നേഹിക്കുന്നത് കൊണ്ട്. യോഹന്നാൻ എഴുതിയ 1 ലേഖനം 4:12. ഈ ലേഖനം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വിശിഷ്ട ലേഖനമാണ്. ദൈവം സ്നേഹം തന്നെ. 1 ലേഖനം 4 അധ്യായവും 8 16 വാക്യങ്ങൾ. അടുത്ത 21 ഉപദേശം യോഹന്നാൻ പറയുന്നു, ദൈവസ്നേഹത്തിൽ ഭയമില്ല. ദൈവസ്നേഹം ഉണ്ടെങ്കിൽ ഭയപ്പെടുത്തുന്നവരുടെ അടുക്കലും ചെല്ല. അവരോട് ദൈവസ്നേഹത്തിൽ സംസാരിച്ചാൽ മതി. വാള് ചുഴറ്റി വീഴിച്ച ശത്രുവിൻ്റെ അടുക്കലും സ്നേഹത്തിൻ്റെ ഒരു മുഖഭാവം കാണിച്ച് സ്നേഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു നോക്ക്. അവൻ്റെ വാൾ അവൻ ഉറയിലിടും. കോപത്തോട് കോപം കൂട്ടത്തക്കവണ്ണം കോപഭാവത്തോടുകൂടെ വൈരാഗ്യമായി സംസാരിക്കരുത്. വെല്ലുവിളിച്ചാൽ അവൻ്റെ അടുക്കൽ പോയി വേറൊരു വെല്ലുവിളിയല്ല നടത്തേണ്ടത്. ദൈവത്തിന് സ്തോത്രം. സ്നേഹത്തോടുകൂടെ ചെന്ന് നോക്ക്. യോഹന്നാൻ്റെ 1 ലേഖനം 4 അധ്യായം 18 വാക്യം. എന്നിട്ട് 18 വാക്യത്തിൽ തന്നെ വിശുദ്ധ യോഹന്നാൻ 22 ഉപദേശം പറയുകയാണ്, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. പെർഫെക്റ്റ് ലവ് കാസ്റ്റത്ത് അവേ ഫിയർ. സ്നേഹം ദൈവത്തിനോട് അടുക്കുന്നതും ഭയം പിശാച് തരുന്ന ആട്രിബ്യൂട്ടുമാകുന്നു. പിശാചിനോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ് ഭയം. വേണ്ട, നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം പ്രദർശിപ്പിക്കാം. 24 ഉപദേശം. ഇതെല്ലാം യോഹന്നാൻ പറയുന്നതാണ്. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും, യോഹന്നാൻ്റെ 1 ലേഖനം 4:19, തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. ഇന്നത്തെ ആത്മീയ കോളത്തിൽ വെള്ളവസ്ത്രം ധരിച്ച് ക്ലീൻ ഷേവിങ് ചെയ്ത് തലമുടി പറ്റേം വെട്ടി വേണ്ടി വന്നാൽ ചെരുപ്പ് പോലും ഇടാതെ കണ്ണടയ്ക്കിടയ്ക്ക് അടച്ചു തുറന്ന് സ്തോത്രം പറയുന്ന എത്രയോ പേർ സഹോദരന്മാരെ പകയ്ക്കുന്നവർ ഉണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഇതൊക്കെ പലരെയും കേൾപ്പിക്കണം. യോഹന്നാൻ എഴുതിയ 1 ലേഖനം 4 20 വാക്യമാണ്. പകയ്ക്കുക, പ്രതികാരം ചെയ്യുക, കോപത്തോടുകൂടെ ഇടപെടുക, ശുശ്രൂഷയുള്ള സഹോദരനെ ശുശ്രൂഷ ചെയ്യുവാൻ അനുവദിക്കാതിരിക്കുക, അടുത്തു വരുവാൻ പോലും അനുവദിക്കാതിരിക്കുക. എന്തെല്ലാം പകപോക്കലാണ് ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ നടക്കുന്നത്. സ്തോത്രം. 25 ഉപദേശം. കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കാണാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ എങ്ങനെ കഴിയും? 4 20 വാക്യം തന്നെയാണ് തുടരുന്നത്. തൊട്ടു മുൻപിൽ, തൊട്ടു വശത്തിൽ ഇരിക്കുകയും നടക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന സഹോദരനെ സ്നേഹിക്കാത്തവനെ കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിപ്പാൻ കഴിയുമെന്നാണ് നിങ്ങൾ പറയുന്നത്? 26 ഉപദേശം. നാം ദൈവത്തെ സ്നേഹിച്ചു, ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചു നടക്കുമ്പോൾ ദൈവമക്കളെയും സ്നേഹിക്കുന്നു എന്ന് അതിനാൽ അറിയാം. ദൈവം പറഞ്ഞ കൽപ്പനകൾ അവഗണിച്ചും തൃണവൽഗണിച്ചും കൊണ്ട് സഹോദരന്മാരോട് കോപഭാവത്തോടുകൂടെ നടന്നാൽ എങ്ങനെ നമുക്ക് ദൈവമക്കളാകുന്നു എന്ന് പറയുവാൻ സാധിക്കും? എങ്ങനെ പ്രാഗൽഭ്യം ഉണ്ടാകും? സ്വയം വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത്. യോഹന്നാൻ എഴുതിയ 1 ലേഖനം 5 അധ്യായത്തിൻ്റെ 2 വാക്യം. 27 താൻ പറയുകയാണ്, ദൈവകൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നത് തന്നെ സ്നേഹമാകുന്നു. യോഹന്നാൻ 2 ലേഖനം 6 വാക്യം. സ്നേഹം എന്ന പദത്തിന് വിവിധ അർത്ഥങ്ങളുണ്ടല്ലോ. സ്നേഹം എന്ന പദത്തിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. അത് എന്തെല്ലാമാണ് എന്ന് അടുത്ത ക്ലിപ്പിൽ നമുക്ക് ചിന്തിക്കാം. ഇത്രയും കാര്യങ്ങൾ, 26 കാര്യങ്ങൾ വിശുദ്ധ യോഹന്നാൻ 27 കാര്യം തൻ്റെ 2 ലേഖനത്തിലും വെളിപ്പെടുത്തിയിരിക്കുന്നു. സ്നേഹത്തിൽ ഭോഷ്കില്ല, സ്നേഹത്തിൽ കോപമില്ല, സ്നേഹത്തിൽ കാപട്യമില്ല, സ്നേഹത്തിൽ പകപോക്കലില്ല, സ്നേഹത്തിൽ അന്യോന്യ സ്വാർത്ഥതയില്ല. ഈ സ്നേഹത്തെ സംബന്ധിച്ച് പല പര്യായ പദങ്ങൾ, സിനോനിംസ് വേദപുസ്തകത്തിലുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. ശ്രദ്ധയോടുകൂടെ ദൈവവചനം പഠിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പിതാവേ, ഒരിക്കൽ കൂടെ ദൈവവചനത്തെ സ്നേഹിപ്പാനും അങ്ങയെ സ്നേഹിപ്പാനും അങ്ങയുടെ വചനം കേൾപ്പാനും തന്ന വിലയേറിയ ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിച്ച് അന്യോന്യം സ്നേഹിച്ച് അങ്ങയുടെ സ്നേഹം പൂർണ്ണമായി ഈ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കൃപ തരും. പുത്രൻ്റെ നാമത്തിൽ തന്നെ.